ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഉച്ച വരെ തോരാത്ത മഴയായിരുന്നു ഇന്നും ഇന്നലെയായിട്ട്. മഴയൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ചായയുടെ ടൈമായി. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഇലയപ്പം ഉണ്ടാക്കാം. ചായയും നല്ല ഇലയപ്പവും മഴയും എന്താ. ചേട്ടൻ അടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് ചേട്ടനെ കൊണ്ട് വട്ടയിലയൊക്കെ പറയിപ്പിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ട് നല്ലൊരു ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇലയപ്പത്തിൻ്റെ പണിപ്പുരയിലാണ്. അങ്ങനെ ഇലയപ്പമൊക്കെ റെഡിയാക്കുവാണ്. അതിന് മുമ്പ് തന്നെ ചായ കുടി അങ്ങ് കഴിഞ്ഞു. ചായ ചൂടോടിട്ട് വെച്ചു. ഇലയപ്പം ആയില്ല. ഇലയപ്പത്തിന് കുറച്ച് സമയം എടുക്കുമല്ലോ എന്ന് കരുതി ആദ്യമേ ചായ കുടിച്ചു. നിങ്ങളും ഇതേപോലെ മഴ സമയത്ത് ഇതേപോലെ ചെറിയ കൊതികളൊക്കെ തോന്നാറുണ്ടോ? ആ എന്തായാലും നല്ല ചൂട് ഇലയപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഒത്തിരി നാളായി ഇലയപ്പം ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓട്ടട ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇലയപ്പം ഒത്തിരി നാളായി കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇലയപ്പമൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നു. എന്നിട്ട് ഒരുമിച്ച് എല്ലാവരും സന്തോഷമായിട്ട് ഇലയപ്പവും ചായയും കൂടെ ഒക്കെ കഴിച്ചു. ചൂട് ചായ നേരത്തെ ഇട്ട് വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചേട്ടനൊക്കെ നേരത്തെ ചായ ആദ്യമേ അങ്ങ് കുടിച്ചു. ഞാൻ മാത്രം കുറച്ച് ആറട്ടെ ഇലയപ്പത്തിനോടൊപ്പം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇലയപ്പമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് എന്തായാലും വളരെ നല്ലൊരു സൺഡേ ആയിരുന്നു. നിങ്ങൾക്കും ഇതേപോലെ ഇത്തരത്തിലുള്ള കൊതിയൊക്കെ തോന്നാറുണ്ടോ? ഈ മഴ സമയത്ത് ഒരു ഇലയപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ കൊള്ളാമല്ലേ? നല്ല ചൂട് ചായയും ഇലയപ്പവും. ഇതേപോലെ ഈവനിങ് സ്നാക്സ് ഈ മഴയത്ത് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ശരി, നിങ്ങളുടെ കമൻറ്റ്സിനായി ഞാൻ കാത്തിരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.